Hello students, നമ്മൾ ഇന്ന് മൊഡ്യൂൾ 4 സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ടോട്ടൽ 6 സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. 12.1, 12.2, 12.3, 13.1, 13.2, 13.3 ഇങ്ങനെ 6 സെക്ഷൻസ് ആക്കിയിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിതിൽ ഫസ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള സെക്ഷൻ 12.1 ഓർത്തോഗണൽ ഫങ്ഷൻസ് ഉള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സെക്കൻഡ് സെമ്മിൽ വെക്ടേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ്, ഓർത്തോഗണൽ വെക്ടേഴ്സ്, ഓർത്തോനോർമൽ വെക്ടേഴ്സ്, പിന്നെ നോം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. പക്ഷേ അവിടെ നമ്മൾ വെക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ അതേ കൺസെപ്റ്റ്, അതായത് വെക്ടേഴ്സിൽ വരുന്ന അതേ കൺസെപ്റ്റ് നമ്മൾ ഫങ്ഷൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്ക് വെക്ടേഴ്സിൻ്റെ കൺസെപ്റ്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുകൂടി റിഫ്രഷ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇവർ എന്താണ് ഒരു വെക്ടറിൻ്റെ ജനറൽ ഫോം എന്നുള്ളത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വെക്ടേഴ്സ് നമ്മൾ സ്മോൾ ലെറ്റർ യു വി എന്നൊക്കെയുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് വെക്ടേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെക്ടേഴ്സിൻ്റെ മേലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ആരോ മാർക്ക് കൊടുക്കും അല്ലേ. അത് വെക്ടർ ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ പക്ഷേ ഇങ്ങനത്തെ ആരോ മാർക്കൊന്നും കൊടുത്തില്ല. ഡയറക്റ്റ് യു വി എന്നുള്ള വെക്ടേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ യു വി എന്നുള്ള രണ്ട് വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ യു എന്നുള്ള വെക്ടർ u1i പ്ലസ് u2j പ്ലസ് u3k ആണെന്ന് വിചാരിക്കുക. ഞാൻ 3 ഡയമെൻഷനിലുള്ള വെക്ടേഴ്സാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എന്താ ഈ റെപ്രസെൻറ്റിൽ പഠിച്ചിട്ടുള്ളത്, ഐൻ്റെയും ജെൻ്റെയും മേലേക്കൊരു ചെറിയ ക്യാപ്പ് ഉണ്ടാവും എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ക്യാപ്പും ഈ ആരോമാർക്കൊന്നും അവർ കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് u1i പ്ലസ് u2j പ്ലസ് u3k എന്ന് കൊടുത്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും അത് ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ഇനി വി എന്നുള്ള വെക്ടർ v1i പ്ലസ് v2j പ്ലസ് v3k, ക്യാപ്പ് കൊടുക്കണം നിർബന്ധമില്ല, കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ രണ്ട് വെക്ടേഴ്സാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഒരു വെക്ടറിൻ്റെ ജനറൽ ഫോമുല എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് വെക്ടേഴ്സിൻ്റെ ഫോമുല ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, സ്പേസിലുള്ള വെക്ടേഴ്സാണ് കേട്ടോ, ആർ ക്യൂബിലുള്ള വെക്ടേഴ്സാണ്. ഇനിയിപ്പം ആർ സ്ക്വയറിലുള്ളതാണെന്നുണ്ടെങ്കിലോ ഈ കെൻ്റെ ടേം ഉണ്ടാവില്ല, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ഇന്നർ പ്രോഡക്റ്റ് എന്താണെന്നുള്ളതാണ്. രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ ഓർഡേർഡ് പെയർ u, v ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇന്നർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ്, സ്കേലാർ പ്രോഡക്റ്റ് എന്നൊക്കെ വിളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉള്ള വേരിയബിൾസ് ഇതാ i, j, k ഇത് എലിമിനേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് u1ഉം v1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, u2ഉം v2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, u3ഉം v3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് u1 v1 പ്ലസ് u2 v2 പ്ലസ് u3 v3 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, i, j, k എന്നുള്ള ആ ഒരു വേരിയബിൾസ് ഒഴിവാക്കിയിട്ട് ബാലൻസ് വരുന്നത് 1ൻ്റെതാണ്. ഫസ്റ്റ് കേസ് ഐൻ്റെതാണെന്നുണ്ടെങ്കിൽ u1ഉം v1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, ജെൻ്റെതാണെങ്കിൽ u2ഉം v2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, കെൻ്റെതാണെങ്കിൽ u3ഉം v3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് ഇതെല്ലാം കൂടി എന്ത് ചെയ്തു, സമ്മപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഫോർമുല വരുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ആൻഡ് ഇനി ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് ഇന്നർ പ്രോഡക്റ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഒരു 4 പ്രോപ്പർട്ടീസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ 4 പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതെല്ലാം നമ്മൾ ഫങ്ഷൻസിൻ്റെ കേസിലേക്കും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസും നിങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ് പറയുന്നത്, ഇന്നർ പ്രോഡക്റ്റ് ഓഫ് യു വി ഈസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് വി യു. അതായത് യു വി എന്നുള്ള രണ്ട് വെക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് യു വി എന്നുള്ള ഒരു ഇന്നർ പ്രോഡക്റ്റ് കാണുന്നതും വി യു എന്നുള്ള ഇന്നർ പ്രോഡക്റ്റ് കാണുന്നതും ഈക്വൽ വാല്യൂസാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ യു എന്നുള്ള വെക്ടറായിട്ട് u1i പ്ലസ് u2j പ്ലസ് u3k എന്ന് എടുത്തു. ഓക്കെ, ഇനി വി ആയിട്ട് നമ്മൾ v1i പ്ലസ് v2j പ്ലസ് v3k എന്ന് എടുത്തു അല്ലേ. ഇനി ആദ്യം നമ്മൾ എന്താ ചെയ്തത്, യു വി എന്നുള്ള ഇന്നർ പ്രോഡക്റ്റ് കണ്ടു. യു വി എന്നുള്ള ഇന്നർ പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, u1 v1 പ്ലസ്
u2 v2 പ്ലസ് u3 v3 എന്ന് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ വി യു എന്നുള്ള ഇന്നർ പ്രോഡക്റ്റാണ് കാണുന്നത്. അതായത് ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് വിയിലുള്ള ടേംസ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? v1 u1 പ്ലസ് v2 u2 പ്ലസ് v3 u3. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് സമ്മപ്പ് ചെയ്യുന്നില്ല ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. യു വി എന്നുള്ള ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും വി യു എന്നുള്ള ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും കിട്ടുന്ന ആൻസർ എന്തായാലും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത് കെ യു വി എന്നുള്ള ഇന്നർ പ്രോഡക്റ്റ്. അതായത് യു എന്നുള്ളൊരു വെക്ടറിനെ കെ എന്ന് പറയുന്ന ഒരു സ്കേലാർ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അത് വി ആയിട്ട് ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വലാണ്? കെ ഇൻറ്റു യു വിക്ക് ഈക്വലാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, കെ യു എന്നുള്ള വെക്ടർ എന്തായിരിക്കും? കെ യു വൺ ഐ പ്ലസ് കെ യു ടു ജെ പ്ലസ് കെ യു ത്രീ കെ എന്ന് വരും അല്ലേ. വി എന്നുള്ള വെക്ടർ വി വൺ ഐ പ്ലസ് വി ടു ജെ പ്ലസ് വി ത്രീ കെ എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ കെ യു വി എന്നുള്ള ഇന്നർ പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? കെ യു വൺ വി വൺ പ്ലസ് കെ യു ടു വി ടു പ്ലസ് കെ യു ത്രീ വി ത്രീ എന്ന് കിട്ടും അല്ലേ. ഇനി ഇവിടെയൊക്കെ കെ കോമൺ ആണ്. കെ ഒരു കോൺസ്റ്റൻ്റ് അല്ലേ. ആ കോൺസ്റ്റൻറ്റിന് നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? കെ ഇൻറ്റു യു വൺ വി വൺ പ്ലസ് യു ടു വി ടു പ്ലസ് യു ത്രീ വി ത്രീ എന്ന് എഴുതിക്കൂടെ? അതെന്നാണ് എന്തെന്ന് പറയുന്നത്? കെ ഇൻറ്റു യു വി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് യു വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത്. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? ഇന്നർ പ്രോഡക്റ്റ് ഓഫ് യു ഈസ് ഈക്വൽ ടു 0 ഇഫ് യു ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഒരു വെക്റ്റർ യു കൺസിഡർ ചെയ്യാണ്. ആ വെക്റ്റർ യുവിൻ്റെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നാ കിട്ടുന്നത്? 0 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ 0 അല്ലാത്തൊരു വെക്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് തേർഡ് പ്രോപ്പർട്ടി പറഞ്ഞു തരുന്നത്. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്താണ്? യു പ്ലസ് വി കോമ ഡബ്ല്യുവിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും യു വിൻ്റെ ഇന്നർ പ്രോഡക്റ്റിനോട് കൂടി വി ഡബ്ല്യുവിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് ആഡ് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഈക്വൽ ആണ് എന്നുള്ളതാണ് നാലാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. അതായത് നമ്മളിവിടെ 3 വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. യു എന്നുള്ളത് യു വൺ ഐ പ്ലസ് യു ടു ജെ പ്ലസ് യു ത്രീ കെ, വി എന്നുള്ളത് വി വൺ ഐ പ്ലസ് വി ടു ജെ പ്ലസ് വി ത്രീ കെ, ഡബ്ല്യു എന്നുള്ളത് ഡബ്ല്യു വൺ ഐ പ്ലസ് ഡബ്ല്യു ടു ജെ പ്ലസ് ഡബ്ല്യു ത്രീ കെ. ഇതൊക്കെ ഞാൻ 3 ഡയമെൻഷണൽ കേസ് തന്നെ കേട്ടോ കൺസിഡർ ചെയ്തിട്ടുള്ളത്. 2 ഡയമെൻഷണൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ എടുത്ത് ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ്, ആ പ്രോപ്പർട്ടീൻ്റെ ലെഫ്റ്റ് സൈഡ് എന്താണ്? യു പ്ലസ് വി കോമ ഡബ്ല്യുവിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് കാണണം. അപ്പോൾ യു പ്ലസ് വി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യു വൺ പ്ലസ് വി വൺ ഐ പ്ലസ് യു ടു പ്ലസ് വി ടു ജെ പ്ലസ് യു ത്രീ പ്ലസ് വി ത്രീ കെ. ഓക്കെ, ഇതിനോടുകൂടി ഡബ്ല്യുവിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എടുക്കണം. അപ്പോൾ യു പ്ലസ് വി കോമ ഡബ്ല്യു എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എങ്ങനെ കിട്ടും? യു വൺ പ്ലസ് വി വൺ ഇൻറ്റു ഡബ്ല്യു വൺ പ്ലസ് യു ടു പ്ലസ് വി ടു ഇൻറ്റു ഡബ്ല്യു ടു പ്ലസ് യു ത്രീ പ്ലസ് വി ത്രീ ഇൻറ്റു ഡബ്ല്യു ത്രീ ഇത് കിട്ടും. ഓക്കെ, ഇതവിടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി റൈറ്റ് സൈഡിലുള്ളതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. റൈറ്റ് സൈഡിൽ പറയുന്നത് യു ഡബ്ല്യുവിൻ്റെ ഇന്നർ പ്രോഡക്റ്റ്. യു ഡബ്ല്യുവിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യു വൺ ഡബ്ല്യു വൺ പ്ലസ് യു ടു ഡബ്ല്യു ടു പ്ലസ് യു ത്രീ ഡബ്ല്യു ത്രീ എന്ന് വരും. ആൻഡ് വി ഡബ്ല്യുവിൻ്റെ പ്രോഡക്റ്റ് ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വി വൺ ഡബ്ല്യു വൺ പ്ലസ് വി ടു ഡബ്ല്യു ടു പ്ലസ് വി ത്രീ ഡബ്ല്യു ത്രീ എന്ന് വരും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. ഈ ഇന്നർ പ്രോഡക്റ്റ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? യു വൺ ഇവിടെ രണ്ട് സൈഡിലും ഡബ്ല്യു വൺ കോമൺ, അപ്പോൾ യു വൺ വി വൺ ഇൻറ്റു ഡബ്ല്യു വൺ പ്ലസ് യു ടു പ്ലസ് വി ടു ഇൻറ്റു ഡബ്ല്യു ടു പ്ലസ് യു ത്രീ പ്ലസ് വി ത്രീ ഇൻറ്റു ഡബ്ല്യു ത്രീ എന്ന് എഴുതാം. അത് ഇക്വേഷൻ നമ്പർ 2 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 1ഉം 2 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? സെയിം ആൻസർ ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു? ഈ ഒരു പ്രോപ്പർട്ടിയും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസാണ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇന്നർ പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇന്നർ പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്.
ഫങ്ഷൻസിൻ്റെ കേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഫങ്ഷൻസ് കൺസിഡർ ചെയ്യാണ്, F1ഉം F2ഉം. അപ്പോൾ ഇതിൻ്റെ ഡെഫിനേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഫങ്ഷൻസ് കൺസിഡർ ചെയ്യാണ്, F1ഉം F2ഉം. എവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള രണ്ട് ഫങ്ഷൻസ് F1 F2 കൺസിഡർ ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കണം, ഈ രണ്ട് ഫങ്ഷൻസും 1 തൊട്ടിട്ട് 4 വരെയുള്ള ഇന്നർ പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യുന്ന ഫങ്ഷൻസ് ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രോഡക്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ എ ടു ബി F1x ഇൻറ്റു F2x dx ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷൻ. ഇനി ഈ ഒരു ഡെഫിനിഷന് ഡയറക്റ്റ് നമ്മൾ ഓർത്തോഗണൽ ഫങ്ഷൻസിൻ്റെ ഡെഫിനിഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ രണ്ട് ഫങ്ഷൻസ് ഓർത്തോഗണൽ ആവണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷന്? ഇതിപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള ഈ ഒരു ഫോർമുല ഈ ഒരു ഫോർമുലേൻ്റെ വാല്യൂ 0ലേക്ക് ഈക്വേറ്റ് ചെയ്യണം, അതായത് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ രണ്ട് ഫങ്ഷൻസ് F1 F2 ഓർത്തോഗണൽ ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷന്? അവരുടെ ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നേ ഡെഫിനേഷൻ കണ്ടു. അതെന്താണ്? എ ബി എന്നുള്ള ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി F1x ഇൻറ്റു F2x dx ആണ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് F1 F2ൻ്റെ ഫോർമുല വരുന്നത്. അങ്ങനെ കണ്ടു കിട്ടുന്ന വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? F1ഉം F2ഉം ഓർത്തോഗണൽ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. ഓർത്തോഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ എന്നാണ് കേട്ടോ മീൻ ചെയ്യുന്നത്. അതായത് ഓർത്തോഗണൽ എന്നുള്ള ഈ ഒരു വേർഡ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നതിൻ്റെ വേറൊരു സിനോണിയം വേർഡാണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നതിന് പകരം നമ്മൾ മാത്തമാറ്റിക്കലി എന്താ പറയുന്നത്? ഈ രണ്ട് ഫങ്ഷൻസും ഓർത്തോഗണൽ ആണ് എന്നുള്ളത് പറയും. നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സിൻ്റെ കേസും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ട് വെക്ടേഴ്സ് V1 V2 എന്നുള്ള രണ്ട് വെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ V1ഉം V2ഉം നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണെന്ന് പറയും. അപ്പോൾ ഫംഗ്ഷൻ്റെ കേസിലും അതേ ഡെഫിനിഷൻ തന്നെയാണ് വരുന്നത്, ഫോർമുലയിൽ മാത്രം ചെറിയൊരു ഡിഫറൻസ്. ഇവിടെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ കേസിൽ ഫോർമുല വരുന്നത് ഇൻ്റഗ്രൽ എ ടു ബി F1x ഇൻറ്റു F2x dx ആണ്. അങ്ങനെ കിട്ടുന്ന വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് ഫങ്ഷൻസും ഓർത്തോഗണൽ ആണ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് എക്സാമ്പിൾ. ഷോ ദാറ്റ് F1x ഈക്വൽ ടു x സ്ക്വയർ ആൻഡ് F2x ഈക്വൽ ടു x ക്യൂബ് ആർ ഓർത്തോഗണൽ ഓൺ -1 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഇവരുടെ ഇന്നർ പ്രോഡക്റ്റ് കണ്ടുനോക്കാം. F1xൻ്റെയും F2xൻ്റെയും ഇന്നർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റർവെൽ ഇവിടെ തന്നിട്ടുണ്ട് -1 to 1 F1x ഇൻറ്റു F2x, അതായത് x സ്ക്വയർ ഇൻറ്റു x ക്യൂബ് dx അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു -1 to 1 x raised to 5 dx എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു x raised to 5നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x raised to 6/6 ഫ്രം -1 to 1. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ 1/6 മൈനസ് എന്ത് കിട്ടും? 1/6 എന്ന് തന്നെ കിട്ടും. കാരണം ഇവിടെ x raised to 6 ആണ്. അപ്പോൾ -1 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 1 തന്നെയാണ് വരിക. അപ്പോൾ 1/6 മൈനസ് 1/6 നമുക്ക് 0 ആൻസർ കിട്ടും. 0 ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? തന്നിട്ടുള്ള രണ്ട് ഫങ്ഷൻസും ഓർത്തോഗണൽ ഫങ്ഷൻസ് ആണ് എന്നുള്ളത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടേം ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഓർത്തോഗണൽ സെറ്റാണ്. അപ്പോൾ കുറച്ച് ഫങ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഏതൊക്കെയാണ് ആ ഫങ്ഷൻസ്? 5x 5(1)x എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫങ്ഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ഫങ്ഷൻസിൻ്റെ സെറ്റ് ഓർത്തോഗണൽ സെറ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വരുന്ന ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എന്ത് കിട്ടണം? 0 കിട്ടണം. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റിൻ്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ ഫോർമുല തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അതായത് 5m 5n എന്നുള്ള രണ്ട് ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അവിടെ ഒരു കണ്ടീഷനും കൂടി പറയുന്നുണ്ട്, ഫോർ m നോട്ട് ഈക്വൽ ടു n എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്ന ഒരു സെറ്റിനെ, ഫങ്ഷൻസിൻ്റെ സെറ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർത്തോഗണൽ സെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടേം പുതിയൊരു ടേമാണ് ഓർത്തോനോർമൽ സെറ്റ്. ഓർത്തോനോർമൽ സെറ്റ് എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നോം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ ഒന്നുകൂടി റിഫ്രഷ് ചെയ്തെടുക്കണം. നമ്മൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നോം ഓഫ് എ വെക്ടർ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് എ വെക്ടർ എങ്ങനെയായിരുന്നു നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്? നോം അല്ലെങ്കിൽ ലെങ്ത്തിനെ നമ്മൾ
ഏതാണോ വെക്റ്റർ ആ വെക്റ്ററിനെ നമ്മൾ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇതായിരുന്നു അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ വരുന്നത്. അതായത് യു എന്നുള്ളൊരു വെക്റ്ററാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നോം യു എന്ന് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്? രണ്ട് പാരലൽ ലൈൻസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ ആ വെക്റ്ററിനെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യും. ഇതായിരുന്നു നമ്മുടെ നോമിൻ്റെ റെപ്രസെൻറ്റേഷൻ പറയുന്നത്. ഓക്കെ, ഇനി നോം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരുന്നു അവിടെ ഫോർമുല പഠിച്ചിട്ടുള്ളത്? ഇപ്പോൾ നോം യുവിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് യു ഡോട്ട് യു ആയിരുന്നു. അതായത് ആ ഒരു വെക്ടറിൻ്റെ ഇന്നർ പ്രോഡക്റ്റിൻ്റെ റൂട്ടാണ് നോമിൻ്റെ ഫോർമുല വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോം യു സ്ക്വയർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് എന്ത് കിട്ടും? യു ഡോട്ട് യു എന്ന് കിട്ടും അല്ലേ? കാരണം റൈറ്റ് സൈഡിലുള്ള ആ ഒരു റൂട്ട് നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആ റൂട്ട് പോയി കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് യു എന്ന് പറയുന്നത് എന്തിന് ഈക്വലാന്ന് പറയാൻ പറ്റും? സ്ക്വയർ നോമിന് ഈക്വൽ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇനി ഫങ്ഷൻസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇതേ ടേംസൊക്കെ തന്നെയാണ് വരുന്നത്, പക്ഷേ അവിടെ യു വി എന്നുള്ള വെക്ടേഴ്സിന് പകരം നമ്മൾ 5 1 5 2 എന്നുള്ള ഫങ്ഷൻസാണ് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എങ്ങനെയാണ് വരാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ 5 എന്നുള്ളൊരു ഫംഗ്ഷനാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ നോമ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? 5. ഇപ്പോൾ ജനറലി n എടുക്കുക കേട്ടോ. 5nx എന്ന് വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പം 5nxൻ്റെ ഫോർമുല എന്തായിരിക്കും? ഇവിടെ കൊടുത്തിട്ടുള്ള അതേ ഫോർമുല ഈക്വൽ ടു റൂട്ട് ഓഫ് 5n ഇന്നർ പ്രോഡക്റ്റ് ഓഫ് 5n എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും, അതായത് ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഈ 5nxൻ്റെ നോമിന് നമ്മൾ സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്താലോ 5nxൻ്റെ ഫോർമുല ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാൻ കേട്ടോ. റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് 5n ഡോട്ട് 5n. ഓക്കെ, ഇനി ഈ നോമിനെ നമ്മൾ സ്ക്വയർ ചെയ്തു. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ റൂട്ട് പോയി കിട്ടും. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് 5n നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇന്നർ പ്രോഡക്റ്റ് ഓഫ് 5nൻ്റെ ഫോർമുല നമുക്കറിയാലോ. എന്താണ്? ഇൻ്റഗ്രൽ a to b 5n ഇൻറ്റു 5n, അതായത് 5n സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. അതായത് f1x ഇൻറ്റു f2x ആണ്. ഇവിടെ f1ഉം f2ഉം സെയിം ഫംഗ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് f1 സ്ക്വയർ എക്സിന് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ 5 എന്നുള്ള ഫംഗ്ഷൻ എടുത്തുകൊണ്ട് 5n സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഓക്കെ, ഇനി ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമ്മൾ വീണ്ടും എങ്ങോട്ടേക്ക് പോവുകയാണ്? നമ്മുടെ 5nxൻ്റെ, അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 5nxൻ്റെ ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് ഇന്നർ പ്രോഡക്റ്റ് ആണല്ലേ. ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ഇൻ്റഗ്രൽ a to b 5n x സ്ക്വയർ ഡി എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഫോർമുലാസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഇവിടെ കണ്ടീഷൻസ് പറയുന്നത് എന്നിൻ്റെ വാല്യൂ 0 തൊട്ടിട്ട് അവിടെ പോകട്ടോ. 1 2 എന്ന് പറഞ്ഞിട്ട് ഇൻഫിനിറ്റി വരെ ഉണ്ട്. എത്ര എന്നുള്ള ഇത് എന്താ പറയുക, ഒരു ലിമിറ്റ് പറയുന്നില്ല. 0 1 2 3 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിവിടെ കാണുന്ന ഈ ഒരു 5nxൻ്റെ വാല്യൂ 1 ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫംഗ്ഷനെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു സെറ്റിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർത്തോനോർമൽ സെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോം 5nx കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ഈ 5nxൻ്റെ സെറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? ഓർത്തോനോർമൽ സെറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഓർത്തോനോർമൽ സെറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വേർഡിൽ തന്നെ ഉണ്ട് നോമാണ് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും ആവേണ്ട യാതൊരു ആവശ്യമില്ല. നോമിൻ്റെ വാല്യൂ, അതായത് നമ്മൾ എടുക്കുന്ന സെറ്റിൻ്റെ നോമിൻ്റെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സെറ്റിനെ നമുക്ക് ഓർത്തോനോർമൽ സെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ രണ്ട് എക്സാമ്പിൾസ് ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ തന്നിട്ടുള്ളത്. ഷോ ദാറ്റ് the set 1 cos x cos 2x etc. is orthogonal on minus pi. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ തന്നിട്ടുള്ള സെറ്റ് ഓർത്തോഗണൽ ആണ് എന്ന് കാണിക്കാനാണ് ഈ ഒരു എക്സാമ്പിൾ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓർത്തോഗണൽ സെറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു? അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ്, അതിലുള്ള രണ്ട് ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു സെറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഓർത്തോഗണൽ സെറ്റാണ് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നും വാല്യൂസ് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സെറ്റ് ഓർത്തോഗണൽ സെറ്റ് ഡിസ്കസ് ചെയ്തപ്പം എങ്ങനെയായിരുന്നു 5/0x 5/1x എന്ന് പറഞ്ഞിട്ടായിരുന്നു അല്ലേ കൊടുത്തിട്ടുള്ളത്, എക്സെട്ര എന്ന് പറഞ്ഞ് പോവായിരുന്നു. അപ്പോൾ ഇവിടെ 5/0xൻ്റെ വാല്യൂ എന്താ വരുന്നത്, 1 ആണ് വരുന്നത് അല്ലേ. ആൻഡ് 5nxൻ്റെ വാല്യൂ nth ടേം എന്തായിരിക്കും ഈ ഒരു സെറ്റിൻ്റെ വരുന്നത്, cos nx ആയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഈ രണ്ട് ഫങ്ഷൻസിൻ്റെയും കൂടി ഇന്നർ പ്രോഡക്റ്റ് കണ്ടുനോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് 5/0x, 5/1x ഈസ് ഈക്വൽ ടു 1 അല്ല 5nx ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b, ഇവിടെ -π to π ആണ് ഇൻ്റർവൽ തന്നിട്ടുള്ളത്, -π to π f1x ഇൻറ്റു f2x അല്ലെങ്കിൽ 5/0x ഇൻറ്റു 5nx dx. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു -π to π 5/0xൻ്റെ വാല്യൂ ഇവിടെ 1 ആണ്, 1 ഇൻറ്റു 5nxൻ്റെത് cos nx dx എന്ന് എഴുതാം. ഓക്കെ, 1 ഇൻറ്റു cos nx തന്നെയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -π to π cos nx dx എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈനാണ്. ഇവിടെ ഇപ്പോൾ nx വന്നുകൊണ്ട് 1/n എക്സ്ട്രാ വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1/n ഇൻറ്റു സൈൻ nx ആണ്. ഇതിൽ അപ്പറും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ 1/nനെ പുറത്ത് എടുക്കാം, കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അവിടെ പുറത്ത് എടുത്തോട്ടെ, n/, മൈനസ് സൈൻ ഓഫ് -nπ എന്ന് എഴുതാൻ പറ്റും. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്താ പൈൻ്റെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾസ് ആണല്ലോ വരുന്നത്. സൈൻ പൈ എന്ന് പറയുന്നത് തന്നെ എന്താണ്, 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം 0 ആയിരിക്കും, അതുപോലെ ഈ ഒരു ടേമും 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 1/n ഇൻറ്റു 0 ആൻസർ എന്ത് കിട്ടും, 0 കിട്ടും. ഓക്കെ, അപ്പോൾ അതവിടെ ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ എന്തുകൂടി ചെക്ക് ചെയ്യണം, എമ്മും എന്നും ഈക്വൽ അല്ലാത്ത കേസിലും എന്തൊക്കെയാണ് രണ്ട് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളത് ജനറലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 5mx ഇൻറ്റു 5nx എന്നുള്ള രണ്ട് ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രൽ -π to π cos mx ഇൻറ്റു cos nx dx എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്ത് ഫോമാണ്, cos a cos bൻ്റെ ഫോമാണ് അല്ലേ. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി പ്രകാരം cos a cos b എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, 1/2 ഇൻറ്റു cos a പ്ലസ് b പ്ലസ് cos a മൈനസ് ബിക്ക് ഈക്വൽ ആണല്ലോ. അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ എവിടെ അപ്ലൈ ചെയ്യും, ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ അകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻ്റഗ്രലിനെ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -π to π കോസ്, ഇവിടെ എ ആയിട്ട് എമ്മും ബി ആയിട്ട് എന്നും ചൂസ് ചെയ്യുക. അപ്പോൾ m പ്ലസ് n ഇൻറ്റു എക്സ് പ്ലസ് കോസ് m മൈനസ് n ഇൻറ്റു എക്സ് ഡി എക്സ് കൊടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/2 ഇൻറ്റു കോസിൻ്റെത് സൈനാണ്, ഇവിടെ കോസ് m പ്ലസ് n ആണ്, അതുകൊണ്ട് സൈൻ m പ്ലസ് n ഡിവൈഡഡ് ബൈ m പ്ലസ് n പ്ലസ് സൈൻ m മൈനസ് n ഡിവൈഡഡ് ബൈ m മൈനസ് n ഫ്രം -π to π എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ വീണ്ടും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ പൈൻ്റെ ടേമിൽ നിന്നാണ് സൈന് വരുന്നത്. അപ്പോൾ അത് ആൻസർ എന്ത് തന്നെ ആയിരിക്കും, 0 തന്നെ ആയിരിക്കും. അപ്പോൾ രണ്ട് കേസിലും നമുക്ക് 0 കിട്ടിയതുകൊണ്ട് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ സെറ്റാണ് എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ വരുന്ന എക്സാമ്പിൾ 3 എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള എക്സാമ്പിളിൽ ഓരോ കേസിലും വരുന്ന നോമിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 5/0ൻ്റെ തന്നെ കാണാം. ഓക്കെ, ആദ്യത്തെ ഫംഗ്ഷൻ 5/0x ആണ്, 5/0xൻ്റെ വാല്യൂ 1 ആണ്. ഇതിൻ്റെ നോം കാണാൻ എന്ത് ചെയ്യുക, 5/0x ഹോൾ സ്ക്വയർ ചെയ്യാം, ദാറ്റ് ഈസ് ഈക്വൽ ടു -π to π 1 dx 1 dx ചെയ്ത് കഴിഞ്ഞാൽ x കിട്ടും, π മൈനസ് -π 2π എന്നുള്ള ആൻസർ കിട്ടും. അവിടുന്ന് നോം ഓഫ് 5/0x എന്ന് പറയുന്നത് √2π ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ അതവിടെ കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് n-ൻ്റെ വാല്യൂ, അതായത്
ഫൈ നോട്ട് ഓഫ് എക്സ് ആണല്ലേ, അവിടെ എന്നിൻ്റെ വാല്യൂ 0 ആണ്. ഇനി അല്ലാത്ത കേസ് ആ സെറ്റിൽ വരുന്നുണ്ടല്ലോ. അപ്പം എന്നിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസിലുള്ള ഫങ്ഷൻസ് നമ്മൾ ജനറലി ഫൈ എൻ എക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്, അതായത് കോസ് എൻ എക്സ്. ഈ കേസിൽ എന്താണ് നോം വരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫൈ എൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആദ്യം ചെയ്യാം, എന്നിട്ട് റൂട്ട് എടുക്കുന്ന കേട്ടോ സുഖം. അപ്പോൾ -π to π ഇന്നർ പ്രോഡക്റ്റ് ആണല്ലേ. ഇന്നർ പ്രോഡക്റ്റ് ആകുമ്പോൾ എന്താ വരുന്നത്, രണ്ട് തവണ ഫങ്ഷൻസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ കോസ് എൻ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് എന്ന് വരും. ദാറ്റ് ഈസ് കോസ് സ്ക്വയർ എൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് 1/2 ഓഫ് 1 + cos 2x ഈക്വൽ ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡൻറ്റി വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -π to π 1 + cos 2nx dx എന്നതിന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിനെ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ നമുക്ക് പൈ എന്നുള്ളത് കിട്ടും. അപ്പം ഫൈ എൻ എക്സ് നോം ഓഫ് ഫൈ എൻ എക്സ് സ്ക്വയർ, അതായത് സ്ക്വയർ നോമിൻ്റെ വാല്യൂ ആണ് പൈ. അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, ഫൈ എൻ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് പൈ ആണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കേസിലും വരുന്ന നോമിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ തേർഡ് എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ഇവിടെ ഓർത്തോനോർമൽ ഈച്ച് കേസിലുള്ള ഓർത്തോനോർമൽ സെറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു നോം ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള നോം വെച്ചിട്ട് ഓരോ കേസും ഡിവൈഡ് ചെയ്താൽ മതി. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സെറ്റ് എന്താണ്, 1 cos x cos 2x cos 3x എന്ന് പറഞ്ഞിട്ടാണല്ലോ തന്നിട്ടുള്ളത്. ഓക്കെ, ഇതായിരുന്നു നമ്മൾ സെറ്റ്. അത് ഓർത്തോഗണലാണെന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടെ എന്തും കണ്ടുപിടിച്ചു. ആദ്യത്തെ കേസിൽ വരുന്ന നോമിൻ്റെ വാല്യൂ √2π ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ഫൈ എൻ എക്സിൻ്റെ കേസിൽ ബാക്കി എല്ലാ കേസിലും വരുന്ന നോമിൻ്റെ വാല്യൂ എന്താണെന്ന് പറഞ്ഞു, √π ആണെന്നുള്ളതും നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നോം വെച്ചിട്ട് ആ ഒരു സെറ്റിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എന്താ വരിക, 1/√2π, cos x √π, cos 2x √π, cos 3x √π. ഓക്കെ, ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത് എന്ത് സെറ്റാണ്, ഓർത്തോ നോർമൽ സെറ്റാണ്. അപ്പോൾ ഓർത്തോ നോർമൽ സെറ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്ന സെറ്റിൽ ഓരോ കേസിലും വരുന്ന നോം നിങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് കറസ്പോണ്ടിങ് വാല്യൂ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓർത്തോ നോർമൽ സെറ്റ് കിട്ടും. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. പുതിയൊരു കൺസെപ്റ്റാണ്. പുതിയ കൺസെപ്റ്റ് മീൻസ് നമ്മൾ വെക്ടറിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ ഫങ്ഷൻസിൻ്റെ കേസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, പിന്നെ അത് നമ്മൾ എവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു, ഫങ്ഷൻസിൻ്റെ ഇന്നർ പ്രോഡക്റ്റിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അവിടുന്ന് പിന്നെ നമ്മൾ ഓർത്തോഗണൽ ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞു. ഓർത്തോഗണൽ ഫങ്ഷൻസിൻ്റെ എന്ത് പറഞ്ഞു, കണ്ടീഷൻ പറഞ്ഞു അല്ലേ, എന്താവണം എന്നുള്ളത്. അതിനുശേഷം ഓർത്തോഗണൽ സെറ്റിനെ ഡിസ്കസ് ചെയ്തു, ഓർത്തോ നോർമൽ സെറ്റ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എല്ലാം കണക്റ്റഡ് ആണ്, പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ബാക്കിയുള്ള സെക്ഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു തരാം. താങ്ക് യു.